തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. പ്രതീകാത്മക ബലി സമർപ്പിച്ചാണ് പ്രതിഷേധം. വഴിയിലെ കുഴി അപകടത്തിൽ യുവാവിന് ജീവൻ നഷ്ടമായതിലാണ് പ്രതിഷേധം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനാണ് നമുക്കൊപ്പം ചേരുന്നത്. ലെവിൻ, വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ വേറിട്ട പ്രതിഷേധവുമാണ്. അവരുടെ ആവശ്യം എന്തെല്ലാമാണ്? സ്വാതി, ഇന്നലെ രാവിലെയാണ് തൃശൂർ MG റോഡിൽ കോട്ടപ്പുറം പാലത്തിന് സമീപത്ത് വെച്ച് റോഡിലെ കുഴിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി സ്കൂട്ടർ വെട്ടിച്ചു മാറ്റിയ യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് ദാരുണമായി മരിക്കുന്നത്. പൂങ്കുന്നം സ്വദേശിയായിട്ടുള്ള വിഷ്ണു ദത്ത് എന്ന 32 വയസ്സുകാരനാണ് മരിച്ചത്. ഈ സംഭവത്തെ ചൊല്ലിയാണ് ഇപ്പോൾ BJP അംഗങ്ങളുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. കോർപ്പറേഷൻ മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. നേരത്തെ ഇന്നലെ നമ്മൾ കണ്ടതാണ്, വലിയ കനത്ത പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത കൗൺസിലർമാരടക്കമുള്ള അംഗങ്ങളാണ് ഇപ്പോൾ ഈ നഗരസഭയ്ക്ക് മുന്നിലും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത്. അവരുടെ വാക്കുകളിലേക്ക്, ഏത് ഘട്ടത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധം തുടരേണ്ടി വരുന്നത്? വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഇന്നലെ രാവിലെ വിഷ്ണു ദത്ത് എന്നൊരു യുവാവ്, ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു ആ പയ്യൻ, അവൻ ബസ്സിനടിയിൽപ്പെട്ട് മരണപ്പെട്ടു. ബസ് കയറി ഇറങ്ങി അദ്ദേഹം മരണപ്പെട്ടു. കാരണം ഒരു ഗട്ടറിൽ നിന്ന്, ഒരു കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം വാഹനം 2 വീലർ വെട്ടിച്ചതാണ്. ഇടയ്ക്ക് ബസ് വന്നിടിച്ച് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഈ കുഴികളുടെ വിഷയം, അതായത് മേയറുടെ ശ്രദ്ധയിൽ പലവട്ടം ഞങ്ങൾ കൗൺസിലേഴ്സ് പെടുത്തിയതാണ്. പക്ഷേ അദ്ദേഹം അതിന് വില കൽപ്പിച്ചില്ല. ഇത് തൃശ്ശൂർ MG റോഡ് മാത്രമല്ല, കോർപ്പറേഷന് നിയന്ത്രണമുള്ള ഒരുവിധ എല്ലാ റോഡുകളും നിങ്ങൾ നേരിട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാവും. കഴിഞ്ഞ ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ ആ കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് പലവട്ടം മേയറെ ശ്രദ്ധപ്പെടുത്തി. പക്ഷേ അദ്ദേഹം അത് ചെവി കൊണ്ടില്ല. ഇതാണ് ഇന്നലെ, ഇതൊരു തുടർക്കഥയാണ്. ഇന്നലെ ഒരു മരണപ്പെട്ടതൊരു പയ്യനാണെങ്കിലും അതിനു മുമ്പ് ഒരുപാട് പേർക്ക് എന്തോ ഭാഗ്യവശാൽ ജീവൻ 5-8 പേര് മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. അവർ എന്താ പറയുക, ഇനി ജീവിതകാലം മുഴുവൻ പല ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരു ഉറപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. അദ്ദേഹം സുഖവാസത്തിന് ഗോവയിൽ പോയിരിക്കുകയാണ്. മനസ്സിലായില്ല? ഇവിടെ ജനങ്ങളുടെ വിഷമങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയേണ്ട കാര്യമില്ല. ഒരു ഇത് കിട്ടിയ ആ ഒരു ഗ്യാപ്പ് കിട്ടിയ അദ്ദേഹം ഇപ്പോൾ യാത്ര പോകും. ഒന്നില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യാത്ര തന്നെ. കഴിഞ്ഞ മാസം ഊട്ടി, അതിനു മുമ്പ് കൊടൈക്കനാൽ, ഇങ്ങനെ അദ്ദേഹത്തിന് ജനങ്ങളെ വിഷമം അറിയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം, സ്വന്തം. തൃശ്ശൂരിൽ ഒരു യുവാവ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ കോർപ്പറേഷന് മുന്നിൽ BJP കൗൺസിലർമാരുടെ പ്രതിഷേധം. അതിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം.